എനിക്ക് തോന്നി നമ്മുടെ തുണിക്കടയിലൊക്കെ ഒരു കല്യാണ പാർട്ടി വരുമ്പോൾ റെഡിമെയ്ഡായിട്ടുള്ള സാരിയും അവർക്ക് വേണ്ട എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് അവരത് മിററിന് മുമ്പിലിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതല്ലേ ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് അതുമാതിരി ഒരു ജ്വല്ലറിയും എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. അപ്പോൾ അതിന് നോക്കിയപ്പോൾ സൗകര്യം വേണം, വലിയൊരു സ്ഥലം വേണം. പിന്നെ ഫ്യൂച്ചർ ഇനി കാർ പാർക്കിംഗ് വേണം. ഇതൊക്കെ ആലോചിച്ചപ്പോൾ തൃശ്ശൂർ തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഹോം ടൗൺ ആണല്ലോ, ജനിച്ചു വളർന്ന ഒരു സ്ഥലം, അതിനോടുള്ള ഒരു താല്പര്യം മോഹം പോവില്ല. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഈ പാറമേക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ത്രിവേണി ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടൽ പൂട്ടിക്കിടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ദേവസ്വം ബോർഡ്, പാറമേക്കാവ് ദേവസ്വം ബോർഡിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നാളെ അത് കൊട്ടേഷൻ വെക്കാൻ പോവുകയാണ്, ടെൻഡർ വെക്കാൻ പോവുകയാണ്. സ്വാമിക്കുട്ടി വേഗം ഒരു ടെൻഡർ തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യോടെ അവിടെ ഇരുന്നൊരു പേപ്പറും പെൻസിലും വാങ്ങിച്ച് അവിടെ തന്നെ ടേബിളിൽ ഇരുന്നിട്ട് ഞാൻ എഴുതി, ഒരു സംഖ്യ എഴുതി ദേവീനെ പ്രാർത്ഥിച്ച് അതവിടെ കൊടുത്തു. എന്തിനു പറയണത്, ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കത് കിട്ടി. വെറും 100 രൂപയുടെ വ്യത്യാസം എനിക്കത് കിട്ടിയത്, 101 രൂപ വ്യത്യാസം എനിക്കത് കിട്ടിയത്. അങ്ങനെ ആ സ്ഥലം 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വലിയ സ്ഥലം, ആമ്പിൾ ഓഫ് കാർ പാർക്കിംഗ്. അപ്പോൾ ഞാനത് എടുത്തു തുറക്കാൻ തീരുമാനിച്ചു. പിന്നെയാണ് ലോൺ വേണം. എൻ്റെ കയ്യിൽ അത്ര വലിയൊരു എമൗണ്ട് ഇറക്കാനില്ല. അപ്പോൾ ഒരു ലോൺ അന്വേഷിച്ച് എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി. അപ്പോൾ അങ്ങനെ അത് കിട്ടാൻ ഒത്തിരി ഡിലേ ആയാലും പിന്നെ ലാസ്റ്റ് എനിക്ക് 25 ലക്ഷം രൂപ എൻ്റെ ക്യാപിറ്റലും എൻ്റെ സ്വന്തം എമൗണ്ടും ഒരു 50 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോണും കിട്ടി. അങ്ങനെ അത് തുടങ്ങി. 93-ലല്ലേ? 93 ഏപ്രിൽ 8 അത് തുടങ്ങി.